പ്രൈസ് ലോർഡ്. നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലം ആകുന്നുവല്ലോ. ദൈവത്തിന് മഹത്വം. പെറ്റക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടി പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് ഒരു പ്രഭാതം കൂടെ നമ്മുടെ മുൻപിൽ അവശേഷിപ്പിച്ചതിനായി ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാം. സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനത്തോട് നെഹമ്യാവ് പറയുകയാണ്, നിങ്ങൾ ദുഃഖിക്കരുത്. അതിൻ്റെ കാരണം എന്താണ്? ഒരു കൂട്ടം ജനങ്ങൾ സന്തോഷത്തിമിർപ്പിൽ പാടി ആർക്കുമ്പോൾ ചില വ്യക്തി ജീവിതങ്ങളെ കരയുന്നവരായി നെഹമ്യാവ് കണ്ടു. ആ കരച്ചിലിൻ്റെ പിന്നിലും ഒരു കാരണമുണ്ട്. ഈ സന്തോഷത്തെ അനുഭവിച്ച് അറിയുവാൻ, നേരിൽ കാണുവാൻ കഴിവില്ലാതെ പോയ, ഈ സന്തോഷത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ചില ജീവിതങ്ങളെക്കുറിച്ച് ചിലരൊക്കെ അതിൽ ഓർക്കുന്നവരുണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വം. ഈ സമയത്ത് ഒരു പ്രത്യേക സംഭവത്തെ ഓർമ്മ വരികയാണ്. 1947 ഓഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രിയിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്ന് നേടിയെടുത്തതായ സ്വാതന്ത്ര്യത്തെ ജനത്തോട് പ്രഖ്യാപിച്ചപ്പോൾ അന്തരിച്ച ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹം ലോകത്തോടായിട്ടൊരു പ്രസ്താവന നടത്തി. ഓഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രിയിൽ, when all the nations are sleeping, India is waking up in freedom. ലോകരാജ്യങ്ങൾ മുഴുവനും ഉറങ്ങിക്കിടക്കുമ്പോൾ, കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ, ഇന്ത്യ മഹാരാജ്യം അടിമത്തരത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കുകയാണ്. പ്രൈസ് ലോർഡ്. അതിനുശേഷം അദ്ദേഹം ഒരു കാര്യം കൂടി ചേർക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ കാണുന്നതായ സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുന്ന നമ്മൾ നേടിയെടുത്തതല്ല. നമ്മുടെ കരബലം കൊണ്ടും ബുദ്ധി കൊണ്ടും ജ്ഞാനം കൊണ്ടും കഴിവുകൊണ്ടും നേടിയെടുത്തതായ ഒരു സമ്മാനമല്ല. എന്നാൽ ഈ സ്വാതന്ത്ര്യ ദിനത്തെ കാണാൻ വിധിയില്ലാതെ ഇതിൻ്റെ പിന്നിൽ ബലിയർപ്പിക്കപ്പെട്ട ജീവിതങ്ങളുടെ വൻ നിരയാണ് ഈ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് വഴി തുറന്നു തന്നത്. പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, അതുപോലെയുള്ളതായ ഒരു സംഭവത്തെക്കുറിച്ചാണ് നെഹമ്യാവ് പറയുന്നത്. സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു കൂട്ടം ജനം. നമുക്കറിയാം, ചരിത്രം വായിച്ചു നോക്കുമ്പോൾ, നെഹമ്യാവിൻ്റെ പുസ്തകം വായിച്ചു നോക്കുമ്പോൾ, ജെറുസലേം പട്ടണം മുഴുവനും തീ വെച്ച് ചുട്ടരിച്ച്, മതിലുകളെ ഇടിച്ച്, ആലയത്തെ നശിപ്പിച്ച് നാശകോലമാക്കി കിടന്നതായ ഒരു സാഹചര്യം ഇനിയും ഒരിക്കൽ പോലും ജെറുസലേം ഉയർത്തെഴുന്നേൽക്കുകയില്ല എന്ന് ലോകരാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ വിധി എഴുതിയതാണ്. ഇനി ഒരു ജീവിതം ജെറുസലേമിനില്ല. എന്നാൽ നെഹമ്യാവിനെ ദൈവം പുതിയ അഭിഷേകം കൊണ്ട് നിറച്ചു. ഇല്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും ഉണ്ട്, നിലനിൽക്കുന്നു. അതിനിനിയും ഉണരുവാൻ കഴിയും. സർവശക്തനായ ദൈവം അതിന്മേൽ തൻ്റെ വ്യാപാര ശക്തി അയക്കുമ്പോൾ ചില ജീവിതങ്ങളെ അതിനെ ഉണർത്തുവാൻ വേണ്ടി അതിനുപയോഗിക്കും എന്ന് നെഹമ്യാവിന് മനസ്സിലായി. നെഹമ്യാവ് പട്ടണത്തെ പണിഞ്ഞു, മതിലുകളെ പണിഞ്ഞു, ആലയത്തെ ശുദ്ധീകരിച്ചു, വീണ്ടെടുത്തു, അതിൻ്റെ കേടുപാടുകൾ മാറ്റി. അതിനുശേഷം ജനങ്ങളെല്ലാം ആലയത്തിൻ്റെ ആ ചുറ്റോടിയിട്ടും വിശാല സ്ഥലത്ത്, പട്ടണത്തിൻ്റെ വിശാല സ്ഥലങ്ങളിൽ കൂടി വന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷിച്ച് പാട്ടുപാടി അവർക്ക് ലഭിച്ചതായ സന്തോഷത്തിൻ്റെ ആ വലിയ സൗഭാഗ്യത്തെക്കുറിച്ച് അവിടെ ഒരു വിളംബരം നടത്തുമ്പോൾ നെഹമ്യാവ് ചില ജീവിതങ്ങൾ ഇരുന്ന് കരയുന്നത് കണ്ടു. കാരണം ആ സന്തോഷത്തെ കാണാൻ വിധിയില്ലാതെ പോയ ചില ജീവിതങ്ങൾ, അതിനെ നേടിയെടുക്കുവാൻ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന പോരാട്ടങ്ങൾ, ത്യാഗങ്ങൾ, കണ്ണുനീര്,
പട്ടിണി, പ്രയാസം, ദാരിദ്ര്യം, വാളാൽ മുറിവേൽക്കപ്പെടുക, കൊല ചെയ്യപ്പെടുക, അടിമകളായി പിടിച്ചുകൊണ്ടുപോവുക, ചുട്ടരിച്ച് കളയുക എന്ന് വേണ്ട എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ച കടന്നുപോയ ചില ജീവിതങ്ങളെ ഓർത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് തരുന്നതായ ഒരു സന്ദേശം, നമ്മളിൽ പലരും ആത്മീകമായും ഭൗമികമായും അനേകം നന്മകളെ നമ്മൾ കാണുന്നുണ്ട്, സൗഭാഗ്യങ്ങളെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ഊണുമേശയ്ക്ക് ചുറ്റും വിളമ്പുന്നതായ വിഭവങ്ങളെ ഒന്ന് നോക്കൂ. ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുവാൻ മാത്രം വിധിക്കപ്പെട്ട ചില ജീവിതങ്ങൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടതയും പട്ടിണിയും നിന്ദയും പരിഹാസവും കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ദൈവത്തിൻ്റെ നാമത്തിൽ ജീവിതത്തിലെ ഓരോരോ ദിവസങ്ങളും ചവിട്ടി നീക്കുവാൻ അനുഭവിക്കേണ്ടി വന്ന പാടുകളും പ്രയാസങ്ങളും. ഒരു പക്ഷെങ്കിൽ ഇന്നത്തെ തലമുറയോട് അതൊക്കെ പറഞ്ഞാൽ പോഷത്തരമായിട്ട് തോന്നും. യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലം ആകുന്നുവല്ലോ. പ്രിയരെ, ഏത് സന്തോഷത്തിൻ്റെയും പിന്നിൽ ഒരു ദുഃഖത്തിൻ്റെ ചരിത്രമുണ്ട്. ഏത് ഉന്നതികളുടെ ഉയർച്ചയുടെയും പിന്നിൽ ഒരു താഴ്ചയുടെ ചരിത്രമുണ്ട്. ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞത്, നിങ്ങൾ ഈ മരുഭൂമിയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തതായ കനാൻ ദേശത്ത് നിങ്ങൾ ചെന്ന് നിങ്ങളുടെ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ച് അവിടെ നിന്ന് അനേക ഫലങ്ങളെ നിങ്ങൾ അനുഭവിക്കുമ്പോൾ, പാലും തേനും ഒഴുകുന്ന അനുഭവം നിങ്ങൾക്ക് ആ ദേശത്ത് ചെന്ന് നിങ്ങൾ അനുഭവിക്കുമ്പോൾ, ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീമിൽ 400 വർഷം അടിമകളായി പാർത്തിരുന്നു. ആ അടിമകളായി പാർത്തിരുന്നത് മാത്രമല്ല, ദൈവം അവരെക്കുറിച്ച് മോശയോട് പറയുന്നത്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ കണ്ണുനീര് കണ്ടു, അവരുടെ നിലവിളി എൻ്റെ സന്നിധിയിൽ എത്തി. അപ്പോൾ ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്ന ഒരു നിലവിളിയുടെ ശബ്ദം സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നെത്തുവാൻ പ്രാപ്തിയുള്ള വലിയൊരു സ്ഫോടകാത്മകമായ ശക്തി വരിച്ചുകൊണ്ടുള്ളതായ ഒരു യാത്ര, ആ ശബ്ദത്തിൻ്റെ ഒരു സഞ്ചാരം. പ്രൈസ് ദി ലോർഡ്. അതൊരു വലിയ സഞ്ചാരം തന്നെയാണ്, ശക്തിയുള്ള സഞ്ചാരം. അങ്ങനെയും ചില ശബ്ദങ്ങൾക്ക് കഴിവുകളുണ്ട്. മനുഷ്യൻ ഭൂമിയിൽ നിന്ന് നിലവിളിച്ചാൽ ചില നിലവിളികൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുന്ന നിലവിളിയുണ്ട്. അതുവരെയും പല പ്രാവശ്യം ദൈവം സാക്ഷ്യം കൊടുക്കാത്തതായ ചില നിലവിളികൾക്ക് ഇതാ മോശയോട് പറയുകയാണ്, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു. പ്രിയരെ, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്ന ചില നിലവിളികൾക്ക് ചില പവറുണ്ട്, ചില ശക്തിയുണ്ട്. വാസ്തവമായി ദൈവസന്നിധിയിൽ നുറുങ്ങിയ ഹൃദയത്തോട്, തകർന്ന ഹൃദയത്തോട്, നുറുക്കപ്പെട്ട അനുഭവത്തിൽ കൂടെ ദൈവത്തോട് നിലവിളിക്കുന്ന ചില നിലവിളികൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നെത്തും. ദൈവത്തിന് മഹത്വം. ഇങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വന്ന് സന്തോഷിക്കുന്നതായ ഒരു കൂട്ടം ജനങ്ങളുടെ മധ്യത്തിൽ കരഞ്ഞും കൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങളെ കണ്ടുകൊണ്ട് നെഹമ്യാവ് പറയുകയാണ്, നിങ്ങൾ കേവലം കരയുന്നവരായി മാത്രമാകരുത്, എന്നാൽ നിങ്ങളുടെ കരച്ചിലിനെ മറക്കുവാൻ യഹോവയെങ്കിലെ സന്തോഷം നിങ്ങൾക്ക് ബലം പകരുന്നതായിരിക്കും. ദൈവം തരുന്നതായ സന്തോഷം കേവലം ലോകത്തിൽ സന്തോഷിക്കുന്നതിന് വേണ്ടിയല്ല, നമ്മുടെ സങ്കടങ്ങളെ മറക്കുവാനുള്ള ബലം ധരിക്കുവാനാണ്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ദൈവം തരുന്നതായ സമൃദ്ധി നമ്മൾക്ക് കേവലം ജസ്റ്റ് അനുഭവിക്കുവാൻ വേണ്ടി മാത്രമാണെന്നാണ്. അല്ല, നമ്മുടെ കഷ്ടങ്ങളെയും നമ്മുടെ ത്യാഗങ്ങളെയും കണ്ണുനീരിൻ്റെ ദിവസങ്ങളെയും പരിഹാസങ്ങളുടെ ദിവസങ്ങളെയും പരിശോധനകളുടെ സാക്ഷികളുടെയും ദിവസങ്ങളെയും ഒക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മറന്നു കളയുവാൻ വേണ്ടി ദൈവം നമ്മെ ധരിപ്പിക്കുന്ന ബലമാണ്
യഹോവയെങ്കിലെ സന്തോഷം. ആ സന്തോഷം പ്രാപിക്കുവാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ പല ഉയർച്ചകൾക്കും പിന്നിൽ ഒരു കഷ്ടതയുടെ കണ്ണുനീരിൻ്റെ ചരിത്രമുണ്ട്. അനേക സമൃദ്ധിയുടെ പിന്നിൽ ചില ചരിത്രങ്ങളുണ്ട്. നമ്മുടെ മുൻപിൽ കാണുന്നതായ അനേക സമൃദ്ധിയുടെ അനുഭവങ്ങൾ ചില കണ്ണുനീരുകളുടെ പോരാട്ടങ്ങളുടെ ചില ദുഃഖസാഗരമായ ചില അനുഭവങ്ങളെ നമ്മുടെ മുൻപിൽ ഓർമ്മ വരുത്തുന്നതാണ്. എങ്കിലും അതിനെ മറന്ന് അതിനെ അതിജീവിക്കുവാൻ, ആ സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും അതിജീവിക്കുവാൻ നമുക്കൊരു ബലം ആവശ്യമാണ്. ഇല്ലെങ്കിൽ ആ കരച്ചിലൊക്കെ ലോകപരമായിട്ടുള്ള കരച്ചിൽ മാത്രമായിട്ട് അവശേഷിക്കും. അതിനെ മറന്ന് ദൈവസന്നിധിയിൽ അതൊരു സന്തോഷകരമുള്ള ബലമുള്ളതാക്കുവാൻ തക്കവണ്ണം നെഹമ്യാവ് ജനത്തോട് പറയുകയാണ്, യഹോവയെങ്കിലെ സന്തോഷം. നിൻ്റെ സന്തോഷം യഹോവയെങ്കിലാകുമ്പോൾ നിനക്ക് ലഭിച്ചതായ സകല സൗഭാഗ്യങ്ങളുടെയും ഉയർച്ചകളുടെയും പിന്നിൽ നിനക്ക് അനുഭവിക്കേണ്ടി വന്ന പല കഷ്ടങ്ങളെയും ഓർത്ത് കേവലം ദുഃഖിക്കുവാനല്ല, ആ ദുഃഖത്തെ മറന്ന് അതിജീവിക്കുവാൻ ദൈവസന്നിധിയിൽ ബലം ധരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കാഴ്ചപ്പാടിൽ ഈ സന്തോഷത്തെയും ഈ സൗഭാഗ്യങ്ങളെയും ഉയർച്ചകളെയും ഒക്കെ കാണേണ്ടവർ പലരും നമ്മുടെ മുൻപിലില്ല. അവർ കടന്നുപോയി. അവർക്ക് ഈ സന്തോഷത്തെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ അത് ഓർക്കുമ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ഹൃദയം തകർന്നേക്കാം. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ പറയുകയാണ്, യഹോവയെങ്കിലെ സന്തോഷം കൊണ്ട് നിൻ്റെ ദുഃഖത്തെ മറക്കുവാൻ ദൈവം നിനക്ക് കൃപ തരുമാറാകട്ടെ. യഹോവയെങ്കിലെ സന്തോഷം കൊണ്ട് നിൻ്റെ സങ്കടങ്ങളെ മറക്കുവാൻ ദൈവം നിന്നെ ബലപ്പെടുത്തട്ടെ. യഹോവയെങ്കിലെ സന്തോഷം കൊണ്ട് നിൻ്റെ ഭ്രമങ്ങളെ നിനക്ക്, യഹോവയെങ്കിലെ സന്തോഷം കൊണ്ട് നിൻ്റെ ആവലാദികളെ മറക്കുവാൻ തക്കവണ്ണം, അതിന് പരിഹാരം കാണുവാൻ തക്കവണ്ണം നിനക്ക് ദൈവം ബലം തരുമാറാകട്ടെ, ഭാഗ്യം തരുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത്, നമ്മൾ ദുഃഖമുള്ളവരും സങ്കടമുള്ളവരും അനേക കാര്യങ്ങളിൽ നാം ആവലാതിപ്പെടുന്നവരും, ദൈവത്തിന് മഹത്വം, പല സങ്കടങ്ങളും നമുക്ക് മറക്കാൻ കഴിയാത്തതാണ്. സങ്കടങ്ങൾ പലതും നമുക്ക് വീണ്ടും സങ്കടം തന്നെ കൊണ്ടുവരും. ദുഃഖം പലപ്പോഴും ദുഃഖമായി തന്നെ അവശേഷിക്കും. ചില കണ്ണുനീരുകൾ എന്നും കുന്നും കണ്ണുനീരായിട്ട് തന്നെ അവശേഷിക്കും. എന്നാൽ നെഹമ്യാവ് പറയുന്നു, ഇല്ല, നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ ദുഃഖവും നിങ്ങളുടെ സങ്കടവും നിങ്ങളുടെ പരാതിയും നിങ്ങളുടെ ദാരിദ്ര്യവും ഒക്കെ മറക്കുവാൻ ദൈവത്തിൽ നിന്ന് അമിത ബലം പ്രാപിക്കേണ്ടത് ദൈവത്തിൽ സന്തോഷിക്കുന്നതിനാലാണ്. യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലം ആകുന്നു എന്ന് പറഞ്ഞാൽ, ഈ ബലം ധരിച്ചെങ്കിൽ മാത്രമേ സങ്കടങ്ങൾ മറന്ന് ദൈവത്തിൽ സന്തോഷിക്കുന്നവരായി ദൈവസന്നിധിയിലെ സന്തോഷത്തെ പങ്കിടുവാൻ, അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇല്ലായെങ്കിൽ നമ്മൾ അനുഭവിച്ചു വന്നതായ പാടുകളും ദുരിതങ്ങളും സങ്കടങ്ങളും ആ ദുഃഖങ്ങൾ ദിവസം തോറും അനുദിനം നമ്മെ കാർന്നു തിന്നുകൊണ്ടിരിക്കും. എന്നും കുന്നും കരയുന്നവരായിട്ട് മാറും. എന്നും നമ്മൾ വിലപിക്കുന്നവരായിട്ട് മാറും. എന്നാൽ നമ്മുടെ വിലാപം സന്തോഷമാക്കി തീർക്കേണ്ടതിന് യഹോവയെങ്കിലെ സന്തോഷത്തെ അനുഭവിച്ചറിയുന്നവരായി തീരുവാൻ തക്കവണ്ണം ഈ പ്രഭാതം തിരുവചനങ്ങളാൽ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളിൽ പെരുകുമാറാകട്ടെ. നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും കരച്ചിലുകളും യഹോവയെങ്കിലെ സന്തോഷമായി പരിണമിച്ചുകൊണ്ട് ബലം ധരിക്കുന്ന മനുഷ്യരായി, കുടുംബങ്ങളായി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ബലം ധരിക്കുന്നവരായി, തലമുറകൾ ബലം ധരിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.